കല്യാണം കഴിഞ്ഞിട്ട് 2 1/2, 3 വർഷത്തോളമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ലാത്ത ഒരു ദാമ്പത്യം. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള് എത്രത്തോളം ഭയാനകമാണത് എന്നുള്ളത്. ഇതില് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പയ്യൻ നിരന്തരം പോണ് കാണുന്ന ആളാണ്. അവൻ കാണുന്ന പോണിന് പ്രത്യേകതയുണ്ട്. വിദേശത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കി വിടുന്ന പോണുകൾ മാത്രം അവൻ കാണാറുള്ളൂ. എന്നുള്ളതാണ്. ഇവൻ നിരന്തരം അത് കണ്ട്, 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 കണ്ട് അവന്റെ ലവർ ആയിട്ടുള്ള അതായത് ഈ കല്യാണം കഴിച്ചിട്ടുള്ള അവളുമായിട്ട് അന്ന് മുതലേ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം പങ്കുവെക്കുന്നുണ്ട്. ഇത് പങ്കുവെച്ച്, പങ്കുവെച്ച് അവളുടെ ബ്രെയിനിലും ഇതാണ് സെക്സ് അല്ലെങ്കിൽ ഇതാണ് ലൈംഗിക പരമായിട്ടുള്ള കാര്യമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും, അങ്ങനെ ഇവര് കല്യാണം കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അതുമായിട്ട് യാതൊരു പൊരുത്തവുമില്ലാത്ത റിയൽ ലൈഫ് അവർക്ക് എന്ത് ചെയ്യുന്നു, ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് ഈ ഒരു ബന്ധം തുടരാൻ അവർക്ക് 2 പേർക്കും ആവാതെ അവര് 2 1/2, 3 വർഷത്തോളം തള്ളി നീക്കി ഒരുപാട് ഇടത്തൊക്കെ പോയിട്ടാണ് അവസാനം എന്റെ അടുത്ത് എത്തിപ്പെടുന്നത്. ഇന്ന് അവർക്ക് എനിക്ക് സന്തോഷകരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അവരിന്ന് ആ ഒരു കാര്യം ആസ്വദിച്ച് അതിൽ നിന്നും അവർക്ക് എന്തുണ്ട് അത്രയും ഹാപ്പിനെസ് എന്നോട് പങ്കുവെക്കുകയും അത് പ്രകാരം അവരെനിക്ക് ഗിഫ്റ്റ് വരെ അയച്ചു തരികയും ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ വളരെയേറെ സന്തോഷം എനിക്ക് ആ കാര്യത്തിലുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഡിഫറന്റ് ആയിട്ടുള്ള കഥകളായിരിക്കും പറയാനുണ്ടാവുക. ആ കഥകൾ പ്രകാരം അതിന്റെ പരിഹാരം എന്ന് പറയുന്നതും ഡിഫറന്റ് ടൈപ്പിലായിരിക്കും, പേഴ്സണലൈസ്ഡ് ആയിട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക.